പ്ലാനുകൾ പലതും പലപ്പോഴും സക്സസ് ആവണമെന്നില്ല. ഒരു പ്ലാൻ ഒന്ന് പാളിയെന്ന് വെച്ച് നമ്മൾ ഡെസ്പാവരുത്. ഒന്നിന് പിഴച്ച 3 അല്ല 300 അടവുകൾ പ്രയോഗിക്കണം. വിജയം കണ്ടേ പിന്മാറാവൂ. ഈ കൊലയും കൊള്ളിയുപ്പൊക്കെ സാറിന് വലിയ എക്സ്പീരിയൻസ് ഉള്ള പോലെ. ഞാനാരെയും കൊന്നിട്ടൊന്നുമില്ല, പക്ഷേ കൊല്ലാൻ എനിക്ക് മടിയൊന്നുമില്ല. ശക്തമായൊരു റീസൺ ഉള്ളതുകൊണ്ടാണ് ഞാൻ അവരെ കൊല്ലാൻ മുതിരുന്നത്. വല്ല പ്രേമത്തിന്റെയും പരാജയമാണോ സർ ഇതിന്റെ പിന്നിൽ? പ്രേമോ ഇക്കാലത്തോ? ഛേ, ദിവ്യമായ പ്രേമമൊന്നും എനിക്ക് ആരോടുമില്ല. ഈ വരുന്നതിന്റെ മുറപ്പെണ്ണ, കൂടെ വരുന്നത് അവളുടെ ഹസ്ബൻഡും. എന്നെക്കാൾ കോടാനുകോടികൾക്ക് മുകളിലാ അവളുടെ സ്വത്ത്. അതുകൊണ്ട് കെട്ടിയേക്കാന്ന് കരുതി. പക്ഷേ അവൾ എന്നെ ചതിച്ചു. അതാ തീർത്തേക്കാന്ന് വിചാരിച്ചത്. അവര് വരുന്നതിന് തൊട്ട് മുമ്പ് ദാ ഈ പോയിസൺ ഇതിൽ സ്പ്രേ ചെയ്യണം. നമ്മൾ ഈ പെർഫ്യൂമൊക്കെ സ്പ്രേ ചെയ്യുന്ന പോലെ. ദാ പിടിക്കാം. അപ്പൊ ഈ ബൊക്കെ കൊടുത്ത് അവരെ 2 പേരെയും സ്വീകരിക്കണം. അവര് വളരെ ഹാപ്പി ആയിട്ട് ഇത് വാങ്ങിച്ച് അവരുടെ മുറിയിൽ കൊണ്ടുപോയി വെക്കും. അപ്പൊ എന്ത് സംഭവിക്കും? റൂമില് വിഷം മുഴുവൻ പരക്കും. അങ്ങനെ ശ്വാസം മുട്ടി അവര് മരിക്കുകയും ചെയ്യും. അതെ അതെ, ഈ പ്ലാൻ കൊള്ളാം. ഇതൊന്നും പിഴയ്ക്കാനും പോകുന്നില്ല. ഇതുകൊണ്ട് തന്നെ അവർ മരിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. പക്ഷെ അത് സക്സസ് ആവുമെന്ന് കരുതി അടുത്ത വിദ്യ പ്രയോഗിക്കാൻ മറക്കരുത്. അത് ഉടൻ തന്നെ പ്രയോഗിച്ചേക്കണം. അതെന്ത് വിദ്യ? നേർപ്പിച്ച ആസിഡ് മിക്സ് ചെയ്ത വെൽക്കം ഡ്രിങ്ക്. ആ ഡ്രിങ്ക് ആയിരിക്കണം അവർക്ക് 2 പേർക്കും കുടിക്കാൻ കൊടുക്കേണ്ടത്. അത് കുടിച്ചു കഴിഞ്ഞാൽ പതിയെ അവരുടെ കുടലുകളെ കരിച്ചു കളയാൻ സാധ്യതയുള്ള ആസിഡുകൾ പ്രവർത്തിക്കാൻ തുടങ്ങും. ഒന്നിനു പിറകെ ഒന്നൊന്നായി ഓരോന്നും കൊടുത്തു ഇഞ്ചി ഇഞ്ചായി അവരെ കൊന്നേക്കണം. ബോഡിയൊക്കെ നമുക്ക് കാട്ടിക്കൊണ്ടുപോയിക്കളെ. അതുപോരാ, പോലീസ് അന്വേഷണം വന്ന ഈ കുറ്റം ഏറ്റെടുക്കാൻ ഒരാള് വേണം. അതല്ലേ ഞാൻ പറഞ്ഞത്. എന്റെ അമ്മ എക്സ് മിനിസ്റ്ററാ. അമ്മയുടെ അറിവോട് കൂടിയാ ഞാനിതൊക്കെ ചെയ്യുന്നത്. കുറ്റം ഏറ്റെടുക്കാൻ അമ്മ നാട്ടിൽ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്.